നമസ്കാരം. ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ കൂട്ടുകെട്ടുകളിൽ ഒന്നായ ഇന്ത്യ റഷ്യ ബന്ധം വീണ്ടും പുതിയ ഉയരത്തിലേക്ക് കുതിച്ചുകയറുകയാണ്. ആഗോള വ്യവസ്ഥകൾ അനിശ്ചിതത്വത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം ഒരു രാജ്യത്തേക്കുള്ള സൗഹൃദ സന്ദർശനം മാത്രമല്ല, അതൊരു പുതിയ ശക്തി കേന്ദ്രത്തിന്റെ രൂപരേഖ തിരുത്തൽ തന്നെയാണ്. സുരക്ഷാ ഉപദേഷ്ടാക്കളായ നിക്കോളാസ് പാട്രിഷ്യവും അജിത് ഡോവലും തമ്മിൽ മുൻകൂട്ടി നടത്തിയ ദീർഘ ചർച്ചകൾ ഈ സന്ദർശനത്തിന് ഉറച്ച രാഷ്ട്രീയ സുരക്ഷ അടിസ്ഥാനമൊരുക്കി. മോദി സർക്കാരിന്റെ നയതന്ത്രത്തിന്റെ തീവ്രതയും ആത്മവിശ്വാസവും ഈ സന്ദർശനം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു എന്നതിൽ സംശയമില്ല. മോദിയും പുടിനും തമ്മിലുള്ള ബന്ധം സാധാരണ നയതന്ത്ര ബന്ധമല്ല. അത് പരസ്പര ബഹുമാനത്തിലും യഥാർത്ഥ സ്ട്രാറ്റജിക് വിശ്വാസത്തിലും നിലനിൽക്കുന്ന കൂട്ടുകെട്ടാണ്. ഇന്ന് ലോകം രണ്ടു കക്ഷികളായി ചിതറിപ്പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു വശത്ത് അവരുടെ ആജ്ഞാനുവർത്തിയായി ചേർന്ന് നിന്നുകൊണ്ട് സ്വന്തം നിലപാടുകൾ പണയം വെക്കുന്നതല്ല, സംഭാഷണത്തിലൂടെ സ്വാധീനം നിർമ്മിക്കുന്ന സ്വതന്ത്ര ശക്തിയായി നിലനിൽക്കുകയാണ് ഇന്നത്തെ ഇന്ത്യക്ക് ആവശ്യം. അതിന് ഏറ്റവും ശക്തമായ അടിത്തറയാണ് റഷ്യയുമായുള്ള ബന്ധം. പ്രതിരോധ സഹകരണം, ആണവ ഊർജ കരാറുകൾ, എണ്ണവാതക ഇടപാടുകൾ, ബഹിരാകാശ സംയുക്ത പദ്ധതികൾ, ഭീകരവിരുദ്ധ സംയോജിത നീക്കങ്ങൾ എല്ലാം കൂടി ഇന്ത്യയെ ഗ്ലോബൽ തലത്തിൽ ഒരു പക്ഷേ അനിവാര്യ ശക്തി എന്ന നിലയിലേക്ക് ഉയർത്തുന്നതിന്റെ സാക്ഷ്യമാണ്. ഇത് തന്നെയാണ് പുടിന്റെ പെട്ടെന്നുള്ള ഇന്ത്യ സന്ദർശനത്തിന്റെ കാരണം. മോദി പുടിൻ കരാറുകൾ ലോകം ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ട്? ഇതിനു മുൻപില്ലാത്ത പോലെ ഇന്ത്യയുടെ ശബ്ദം എന്തിന് ലോകം കാതോർക്കുന്നു? അതിന്റെ ഉത്തരമാണ് മോദിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും ഉറച്ച ശബ്ദവും ആസൂത്രിതമായ വിദേശ നയവും. പുടിന്റെ ഈ സന്ദർശനം വെറും ഒരു സാധാരണ സൗഹൃദ സന്ദർശനമല്ല. ഇത് നേരിട്ട് ലോകത്തിൽ ശക്തികളുടെ തുല്യത മാറ്റുരയ്ക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. ഇന്ത്യയിൽ റഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിശാലമായ പ്രതിരോധ നിർമ്മാണം, ദീർഘകാല എനർജി സുരക്ഷയ്ക്ക് പുതിയ എണ്ണവാതക പൈപ്പ് ലൈൻസ്, ബഹിരാകാശ ആണവ മേഖലകളിൽ സംയുക്ത വികസനം, ഡോളർ ആശ്രയത്വം കുറയ്ക്കാൻ ദേശീയ കറൻസി അടിസ്ഥാനമാക്കിയ വ്യാപാരം, ഏഷ്യയിലെ തീവ്രമായ സുരക്ഷാ സഹകരണം തുടങ്ങിയ തന്ത്രപ്രധാനമായ നിരവധി ചർച്ചകൾക്കാണ് മോദിയും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയോടെ വേദിയാകാൻ പോകുന്നത്. മോദിയും പുടിനും തമ്മിലുള്ള വിശ്വാസത്തിന്റെ ഫലമാണ് ഇവയിൽ ഓരോന്നും. മോദി ട്രംപിന് മുന്നിൽ വഴങ്ങാതെ നിലപാടിൽ ഉറച്ചു നിന്ന നിമിഷം പുതിയ ഇന്ത്യയുടെ നട്ടെല്ല് എത്ര ബലമുള്ളതാണ് എന്ന് ലോകം കണ്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല ഘട്ടങ്ങളിലും ഇന്ത്യയെ വ്യാപാര സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരാൻ ശ്രമിച്ചതിൽ സംശയമില്ല. കയറ്റുമതി നിരോധനങ്ങൾ, ഇന്ത്യൻ സർവീസ് മേഖലയെ ലക്ഷ്യമിട്ട കിരാത നടപടികൾ, റഷ്യ ഇന്ത്യ പ്രതിരോധ ഇടപാടുകൾ തടയാനുള്ള സമ്മർദ്ദം, എണ്ണ ഇറക്കുമതി നിയന്ത്രിക്കാനുള്ള ശ്രമം എല്ലാം ട്രംപ് നടത്തിയ നീക്കങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ്. പക്ഷെ എന്തായിരുന്നു ഈ നെറികേടുകളോടുള്ള ഇന്ത്യയുടെ പ്രതികരണം? മോദി ഒരു ഇഞ്ച് പോലും വഴങ്ങിയില്ല. ഇന്ത്യയുടെ തീരുമാനങ്ങളെ വഴിതെറ്റിക്കാൻ ഒരവസരവും അനുവദിച്ചില്ല. ട്രംപിന്റെ കടുത്ത പ്രസ്താവനകൾ പോലും ഇന്ത്യയുടെ വിദേശ നയം മാറ്റിയില്ല. ഇതായിരുന്നു ലോകം കണ്ട ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യന്റെ, നിലപാടുള്ള നേതാവിന്റെ, മോദിയുടെ ശക്തി. പുതിയ ഇന്ത്യക്ക് തിരഞ്ഞെടുത്ത വഴിയിൽ നിന്ന് മുന്നോട്ട് പോകാനോ ഉചിതമല്ലാത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറാനോ ആരെയും ഭയമില്ല. അജിത് ഡോവൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ആർക്കിടെക്റ്റാണ്. നിക്കോളാസ് പാട്രൂച്ചവ് റഷ്യൻ സുരക്ഷാ ചിന്താഗതിയിലെ ഏറ്റവും ശക്തനായ വ്യക്തി. ഈ രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ അത് വെറും പ്രോട്ടോകോൾ മീറ്റിംഗ് അല്ല, അത് രണ്ട് ശക്തികളുടെ രഹസ്യ സഖ്യം ശക്തിപ്പെടുത്തുന്ന നിമിഷമാണ്. ചർച്ചയിൽ പ്രധാനമായിരുന്നത് ഭീകരവിരുദ്ധ സംയുക്ത പ്രവർത്തനം, അതിർത്തി സൈബർ സുരക്ഷ, ചൈന പാക് കൂട്ടുകെട്ടിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ, സമുദ്ര സുരക്ഷയിൽ ശക്തമായ സേനാ പങ്കാളിത്തം എന്നിവയാണ്. ഈ സംഭാഷണം ലോകത്തിന്റെ ശക്തി ഭൂപടത്തിൽ തന്നെ മാറ്റം വരുത്തുന്ന തരത്തിൽ ശക്തിയുള്ളതാണെന്നാണ് വിദഗ്ധരുടെ പോലും വിലയിരുത്തൽ. റഷ്യ ഇന്ത്യ കൂട്ടുകെട്ട് ഏഷ്യയിൽ ശക്തി കേന്ദ്രം സൃഷ്ടിക്കുന്നു എന്ന് ഉറപ്പാണ്. ലോക രാഷ്ട്രീയത്തിൽ പുതിയ ശക്തി കേന്ദ്രങ്ങൾ രൂപപ്പെടുമ്പോൾ അവയിൽ ഏറ്റവും സ്ഥിരതയേറിയ പങ്കാളിത്തം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധമാണ്. ഈ പശ്ചാത്തലത്തിലാണ് റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം അത്യന്തം ചരിത്ര പ്രാധാന്യമർഹിക്കുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും റഷ്യൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി നിക്കോളാസ് പാട്രൂച്ചവും തമ്മിലുള്ള ചർച്ചകൾ ഈ സന്ദർശനത്തിന് ഒരു ഉറച്ച അടിസ്ഥാനമൊരുക്കി. രണ്ടു രാജ്യങ്ങളും സ്ട്രാറ്റജിക് പങ്കാളിത്തത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്താൻ ഒരുങ്ങുന്നതിന്റെ തെളിവാണ്. ഇന്ന് ഏഷ്യയിലെ ആകെ സുരക്ഷയെ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകെട്ടുകളിൽ ഒന്നാണ് ഇന്ത്യ റഷ്യ ബന്ധം. ചൈനയുടെ ഉറപ്പില്ലാത്ത സാഹചര്യം കിട്ടിയാൽ തിരിച്ചടിക്കാനും കുതുകാൽ വെട്ടാനും തയ്യാറുള്ള ചിന്താഗതിയും അമേരിക്കയുടെ അനിശ്ചിത നിലപാടുകളും തമ്മിൽ കൂട്ടിക്കിഴിച്ചു നോക്കിയാൽ ഇന്ത്യക്ക് ഏറ്റവും സ്ഥിരതയേറിയ പങ്കാളി റഷ്യ തന്നെയാണ്. മോദി അതിനെ മനസ്സിലാക്കി.
പല പാശ്ചാത്യ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും റഷ്യയുമായുള്ള ബന്ധം ഒരിടത്തും തളർത്താതെ മുന്നോട്ട് നയിക്കുകയാണ്. ഇതാണ് ഈ സന്ദർശനത്തെ അത്യന്തം ശക്തമാക്കുന്നത്. മോദി സർക്കാരിന്റെ വിദേശ നയത്തിലെ ആത്മവിശ്വാസവും സ്വതന്ത്ര ഭാവവും ദേശീയ താല്പര്യത്തെ മുൻനിർത്തിയ ഉറച്ച നിലപാടും ഈ സന്ദർശനം ഒരിക്കൽ കൂടി ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കും. ലോകരാഷ്ട്രീയത്തിൽ സ്വയം നിലനിൽക്കുന്ന സമ്മർദ്ദങ്ങളെ വഴങ്ങിപ്പോകാത്ത തന്റെ ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തുന്ന ഒരു ഇന്ത്യയാണെന്നുള്ളത്. മോദി സർക്കാരിന്റെ വിദേശ നയത്തിന്റെ അടിത്തറ ബഹുമാനവും ബഹുസ്വരതയുമാണ്. ഒന്നിനോട് വഴങ്ങിക്കൊണ്ട് മറ്റൊന്നിനെ പിന്തിരിപ്പിക്കുന്ന പഴയ ഇന്ത്യയുടെ നയതന്ത്ര കാലഘട്ടം കഴിഞ്ഞു. വ്യത്യസ്ത ലോകശക്തികൾ തമ്മിലുള്ള മത്സരത്തിന്റെ കാലഘട്ടത്തിലാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം നടക്കുന്നത്. ഈ സന്ദർശനം ഒരു സാധാരണ നയതന്ത്ര സംഭവമല്ല. അതുകൊണ്ട് തന്നെ ഇത് പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയുടെ സ്വതന്ത്ര ശബ്ദം ഉറച്ചതായും തിളക്കമുള്ളതായും മാറ്റുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ്. മോദി സർക്കാർ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജിക് നയങ്ങൾ ഇന്ത്യയെ സ്വയം നിലനിൽക്കുന്ന രാജ്യമായി, സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതെ നിലപാടുറപ്പിക്കുന്ന ശക്തിയായി, റഷ്യ പോലുള്ള സ്ഥിരതയേറിയ പങ്കാളികളിലൂടെ ആഗോള സ്വാധീനം ഉയർത്തുന്ന ശക്തി കേന്ദ്രമായി മാറ്റിയിരിക്കുന്നു. ട്രംപിന്റെ കടുത്ത സമീപനങ്ങൾക്കും സമ്മർദ്ദ നയങ്ങൾക്കും മുന്നിൽ വഴങ്ങാതെ ഇന്ത്യയുടെ താല്പര്യം മുൻനിർത്തി സ്വതന്ത്ര വിദേശ നയം ഉറച്ചു നിർത്തിയ മോദി സർക്കാർ, അതാണ് പുടിന്റെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വളർച്ചയെ കൂടുതൽ പ്രസക്തമാക്കുന്നത്.